ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ അവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളതിലേക്ക് മഞ്ഞളും മുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ബ്ലാക്ക് കളർ റിമൂവ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വയറുവേദനയെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ അടുത്തായിട്ട് ഞാനതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗാർലിക്കും ജിഞ്ചറും കൂടി ചതച്ചത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഇട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം ഞാനൊരു മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞളും മുളകും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കുത്തലിന് സ്മെല്ലും മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്രേവി വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടിയും പത്തിരീൻ്റെ കൂടി എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.